ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് നമ്മൾ 590 കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഏതാണ്ട് 11 മണിക്ക് ഉദ്യോഗസ്ഥ ശ്രേഷ്ഠരെ 12,000 വോളണ്ടിയർമാരെ അണിനിരത്തിയ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായി ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ശുചിത്വ കേരള പദ്ധതി നടത്തും. ശുചീകരണം എപ്പോഴാണ് അവസാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തീരദേശത്തെ കടലോര മേഖലയിൽ പൂർണ്ണമായി പ്ലാസ്റ്റിക് ഒഴിവാകുന്നത് വരെയും നമ്മുടെ ശുചീകരണം തുടരണം. കൊല്ലത്ത് നമ്മൾ സർഫ് ബേക്കർ എന്ന് പറയുന്ന ഈ ബീച്ച് ക്ലീനിങ്ങിൻ്റെ ഒരു മിഷൻ തീരദേശ വികസന കോർപ്പറേഷൻ 75 ലക്ഷം രൂപ മുടക്കി നമ്മൾ കൊല്ലത്ത് അത് കൊടുക്കുകയും വളരെ മനോഹരമായി ആ ബീച്ച് ക്ലീനിങ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന ശുചിത്വ സാഗരം സുന്ദരതീരം എന്ന ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. ഇപ്പോൾ കേരളം ഒരു അഭിമാനകരമായ നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. ഖരമാലിന്യ സംസ്കരണത്തിൽ ഗവൺമെൻറ് നിശ്ചയിച്ച 13 മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങളിൽ 80% അതിലധികവും കൈവരിച്ച 1027 തദ്ദേശ സ്ഥാപനങ്ങൾ മാലിന്യമുക്തമായിരിക്കുകയാണ്.